ലഹരി വേരോടെ പിഴുതെറിയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുവെന്നും ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാരിനോടൊപ്പം പൊതുസമൂഹത്തിന്റെ ഇടപെടലും ഇതിനായി വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളിലെ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകത, അതോടൊപ്പം തന്നെ മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇത് രണ്ടും നമ്മുടെ സമൂഹത്തെ ആകെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങളാണ്. രണ്ട് കാര്യങ്ങൾക്കും എതിരെ സർക്കാർ സ്വീകരിക്കുന്ന നിയതമായ നടപടികളുണ്ടാവും. ആ നടപടികൾ സ്വാഭാവികമായി തുടരുകയും ശക്തിപ്പെടുത്തുകയും വേണം. അപ്പൊ ഇവയെ വേരോടെ അറുത്തുമാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ ആവണം, ഇത് നമുക്ക് കൂട്ടായി ആലോചിച്ച് കണ്ടെത്താനാവണം. വിനയരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനയ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കുറെ ആക്ഷൻ പ്ലാൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തൊക്കെയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ? എന്തായാലും സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിനെതിരെ അല്ലെങ്കിൽ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ലഹരി വേരോടെ പിഴുതെറിയുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ നിലവിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ഈ ആക്രമണ സ്വഭാവങ്ങളടക്കം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അത് സമൂഹത്തെ ഗൗരവകരമായി ബാധിക്കുന്നുണ്ട് എന്നടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ലഹരിയെ അറുത്തുമാറ്റേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് അല്ലെങ്കിൽ ഈ കുട്ടികളിൽ നിന്ന് ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി വിദ്യാലയങ്ങളടക്കം തന്നെ ഒരു നടപടി സ്വീകരിക്കണമെന്നടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ അടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിനുകൾ മറ്റും സംഘടിപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളിൽ വീടുകളിൽ നിന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗം കൂടുന്നുണ്ട്. പല രക്ഷിതാക്കളും ജോലിക്ക് പോകുന്നവരാണ്, വിദ്യാർത്ഥികളുമായി സമയം ചിലവഴിക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണ് ഈ ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നടക്കം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ കുട്ടികളിൽ ഈ രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കേണ്ടതുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഏകാന്തതയിൽ വിടാതെ അവർക്ക് വേണ്ടിയുള്ള സംരക്ഷണം നൽകുക, അവരുമായി ബന്ധപ്പെടുക തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ യോഗത്തിൽ ഇന്ന് ഈ യോഗം ചേരുന്ന സമയത്ത് നിരവധി അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കും. കൂടാതെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിച്ച ശേഷം എങ്ങനെയാണ് ഈ ലഹരി വ്യാപനം തടയേണ്ടത്, അല്ലെങ്കിൽ അതിനായി എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളടക്കം തന്നെ ചോദിക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കം തന്നെ കടക്കുന്നത്. കൂടാതെ തന്നെ കുട്ടികളിൽ ലഹരി ഉപയോഗം ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് എന്നടക്കം തന്നെ പറയാൻ സാധിക്കും. രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ, അതായത് വിമാനങ്ങളിലും കപ്പലുകളിലുമായി ലഹരി സാധനങ്ങൾ, ലഹരി വസ്തുക്കൾ അടക്കം തന്നെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അതടക്കം തന്നെ ഒഴിവാക്കേണ്ടതുണ്ട്. അത് പോലീസും എക്സൈസ് സംഘവും ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തെ ലഹരി വ്യാപനം കൂടിയ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാളിദാസ്, ശരി.